ഭൂരിപക്ഷം ആളുകൾക്കും ഒരു തെറ്റായ ധാരണയുണ്ട്. ECGയും രക്തപരിശോധനയും വഴി ഹൃദയത്തിന്റെ റിസ്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. നിങ്ങൾ അത്ഭുതപ്പെടും, 90% കേസുകളിലും ഇതുപോലുള്ള ടെസ്റ്റുകളിൽ ഹൃദ്രോഗത്തിന്റെ മുൻകൂട്ടിയുള്ള സാധ്യത മനസ്സിലാക്കാനേ കഴിയും. മാത്രമല്ല, അറ്റാക്ക് സംഭവിക്കുന്ന രോഗികളിൽ ഭൂരിപക്ഷം ആളുകൾക്കും അറ്റാക്കിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെ ECGയും ബ്ലഡ് ടെസ്റ്റും നോർമലായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാർഡിയോളജിസ്റ്റുകൾ ഹൃദ്രോഗം മുൻകൂട്ടി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന 4 സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ്. ഇതിനു മുമ്പായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൃദ്രോഗമുള്ള വ്യക്തികളിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഹൃദ്രോഗത്തിന്റെ ഒരു ലക്ഷണം പോലും ഇപ്പോഴും ഉണ്ടാവില്ല. ഇതിനെ നമ്മൾ സൈലന്റ് ഇസ്കീമിയ എന്ന് പറയും. അവിടെയാണ് ഇതുപോലുള്ള ടെസ്റ്റുകളുടെ പ്രസക്തി. ഒളിഞ്ഞുകിടക്കുന്ന ഹൃദ്രോഗം മനസ്സിലാക്കാൻ പലപ്പോഴും ടെസ്റ്റുകൾ ചെയ്തേ മതിയാവും. പക്ഷേ പലർക്കും അറിയാത്തത് ഏതാണ് ഈ ടെസ്റ്റുകൾ എന്നാണ്. ഇതിൽ ഒന്നാമത്തെ ടെസ്റ്റിന് കൊറോണറി കാൽഷ്യം സ്കോറിംഗ് എന്ന് പറയും. ഇതുവഴി അറ്റാക്കിന് കാരണമാവുന്ന രക്തധമനികളിലെ കേടുപാടുകൾ കാൽഷ്യം രൂപേണ നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലെ രക്തധമനികൾക്ക് ഒളിഞ്ഞു കിടക്കുന്ന ഡാമേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു സ്കോർ വഴി ഈ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാരാണ് ചെയ്യേണ്ടത്? 40 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ, 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഉള്ള വ്യക്തികൾ. രണ്ടാമത്തേത് സ്ട്രെസ് ടെസ്റ്റുകൾ എന്ന് പറയും. ഇതിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹൃദയത്തിന് സ്ട്രെസ് കൊടുത്തിട്ട് ഹൃദയത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന രക്തദാരിദ്ര്യം പുറത്തേക്ക് കൊണ്ടുവരുന്ന ടെസ്റ്റുകളാണിവ. ഇതിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ത്രെഡ്മിൽ ടെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സ്ട്രെസ് എക്കോ ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ സ്ട്രെസ് കൊടുത്തിട്ട് ഹാർട്ടിന്റെ എക്കോ ചെയ്തു നോക്കുന്ന ടെസ്റ്റുകൾ. അതുപോലെ തന്നെ ന്യൂക്ലിയർ സ്ട്രെസ് സ്കാനുകൾ. വളരെ പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റുകളാണിവ. ഒരുപാട് വ്യക്തികൾക്ക് ഹൃദ്രോഗം മുൻകൂട്ടി കണ്ടെത്താനും ചികിത്സയുടെ ഫലം തീരുമാനിക്കാനും ഈ സ്ട്രെസ് ടെസ്റ്റുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തേത് കരോട്ടിഡ് ഇന്റിമ മീഡിയ തിക്നെസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. പേര് കേട്ട് പേടിക്കേണ്ട. ഈ ടെസ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രക്തധമനികളുടെ യഥാർത്ഥ പ്രായം. നമ്മുടെ പ്രായമല്ല, രക്തധമനികളുടെ പ്രായം. നമുക്കെല്ലാം കഴുത്തിൽ പൾസ് മിടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ രക്തധമനിയെ സാധാരണ രീതിയിലുള്ള ഒരു സിമ്പിൾ സ്കാൻ വഴി ഇതിനകത്ത് കേട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന ഒരു മാർഗം. കഴുത്തിലെ കരോട്ടിഡ് രക്തക്കുഴലിനകത്ത് കട്ടി കൂടുന്നുണ്ടെങ്കിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത, സ്ട്രോക്കിനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുകയാണ്. ഈ ടെസ്റ്റ് വഴി സൈലന്റ് ആയിട്ടുള്ള ഹൃദ്രോഗ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ മുൻപേ പറഞ്ഞ ഈ 3 ടെസ്റ്റുകൾ എല്ലാവരും ചെയ്യണമെന്നില്ല. പ്രധാനമായിട്ടും ഹൃദ്രോഗത്തിന്റെ പാരമ്പര്യമുള്ളവർ, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ പുകവലിയോ ഉള്ളവർ, നെഞ്ചിനകത്ത് നടക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ അസ്വസ്ഥതയോ കിതപ്പോ ക്ഷീണമോ ഉള്ളവർക്ക് ഒരു കാർഡിയോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓർക്കുക, ഹൃദ്രോഗം കൃത്യസമയത്ത് കണ്ടെത്തുകയാണെങ്കിൽ കൃത്യമായ ചികിത്സയിലൂടെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും.